ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വന്നതാട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് അടുക്കള വിശേഷങ്ങളും പിന്നെ പുറമേയുള്ള കുറച്ച് വിശേഷങ്ങളുമാണ്. അപ്പോൾ ദാ രാവിലെ തന്നെ ഇന്ന് ചായക്ക് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് എണീച്ചത്. അതുകൊണ്ട് തന്നെ വേഗം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അമ്മ ചോറൊക്കെ ഏകദേശം കുറച്ച് ചോറുള്ളതൊക്കെ ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടമൊക്കെ റെഡിയാക്കിന് കേട്ടോ. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് പപ്പടം ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അബിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ടിനോട് പപ്പടം തിന്നണതും പിന്നെന്താ ചെറുപയർ കറി അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പപ്പടം പുട്ടും ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ട് വേഗം പപ്പടത്തിൻ്റെയും പുട്ടിൻ്റെയും പണിയിലേക്ക് പോവട്ടെ കേട്ടോ. പപ്പടം പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ, അമ്മ ഉണ്ടാക്കി വെച്ചിന് ചൂടാക്കി കാച്ചി എടുത്തിന് കേട്ടോ. അപ്പോൾ അതാ ഞാൻ വേഗം പുട്ടിൻ്റെ പൊടിയൊന്ന് കുഴച്ച് വെച്ച് വെള്ളം അടുപ്പത്ത് വെച്ചൊക്കെ നല്ലോണം തിളച്ചിന് കേട്ടോ. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പുട്ടൊക്കെ അടുപ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെള്ളം തിളച്ചിങ്ങനെ വെറുതെ പോവുകയും ചെയ്യുക. പിന്നെ വിറകെടുത്ത് മാറ്റിയാൽ പിന്നെ കത്തി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വിറകെടുത്ത് മാറ്റാൻ നിൽക്കില്ല, അവിടെ കത്തിക്കോട്ടെ വിചാരിക്കും. ഗ്യാസ് ആണെങ്കിൽ നമുക്ക് വെള്ളം തിളച്ചാലൊന്ന് ഓഫാക്കിയെങ്കിലും ഇടാമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും ഗ്യാസ് വാങ്ങാമെന്ന് ചേട്ടൻ പറഞ്ഞിന്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഗ്യാസ് എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സമാധാനമായി. ഗ്യാസ് തീർന്നിട്ട് 2 മാസമൊക്കെ കഴിഞ്ഞിന് കേട്ടോ. പിന്നെ അതിനോട് വലിയ ചൂടൊന്നും കാണിച്ചിട്ടില്ല. ഇനി വിറകൊക്കെ ചേട്ടൻ കുറച്ച് കൊണ്ടുപോയി തന്നപ്പോൾ നല്ല വിറകേനില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം സാധനങ്ങളൊക്കെ റെഡി ആവലും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അത്രയ്ക്കൊരിത് ശ്രദ്ധിച്ചില്ല. എന്തായാലും പുട്ടുംപൊടിയൊക്കെ കുഴച്ച് റെഡിയാക്കിയാണ്. ഇനി വേഗം ഒന്ന് വാരിയിട്ട് കൊടുത്താലേ ഫസ്റ്റത്തെ പുട്ട് അങ്ങോട്ടായ പിന്നെ നായ്ക്കുട്ടികൾക്കും ചായ കൊടുക്കാൻ വൈകിയുണ്ട് കേട്ടോ. അപ്പോൾ ഓർക്കും കൊടുക്കണം. അപ്പോൾ ഓർക്ക് കുറച്ച് കറി ഉണ്ട് അവിടെ, അതൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഓർക്ക് കറി രാത്രി തന്നെ മാറ്റി വെക്കും, പിറ്റേന്നത്തേക്ക് രാവിലെ കൊടുക്കാനായിട്ട്. ചില ദിവസം മീൻകറി പിന്നെ രാവിലെ തന്നെ ഉണ്ടാക്കും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് കുറച്ച് കലാപരിപാടികളൊക്കെ വേഗം നോക്കുകയാണ്. അപ്പം ചേട്ടനൊന്ന് വീട്ടിലുണ്ട്, അബിയും ഉണ്ട്. അപ്പോൾ ഓൽക്ക് രണ്ടാൾക്കൊന്ന് കുറച്ചൊരു പണി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് അടുക്കള പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളെ അവിടെ നിർത്തിയതാണ്. പിന്നെ ചേട്ടൻ ഒരുപാട് ചുറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചേട്ടൻ അങ്ങനെ ഓരോരോ വഴിക്ക് പോയതാണ്. അപ്പം അബി കുറച്ച് നേരമായിട്ട് കൂട്ടുകാരുടെ കൂടെ ഒന്ന് കളിക്കാനൊക്കെ പോയിന്. അപ്പോൾ അമ്മേൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചാൽ മതിയിട്ട് അപ്പോഴേക്ക് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പോൾ എന്തായാലും പണി കഴിയാനൊന്നും ആയിട്ടില്ലല്ലോ, രാവിലെ തന്നെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം വേഗം തീർക്കണം. ഓരോ പണികൾക്ക് സമയം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ, അതാണ്. അപ്പോൾ അത് അനീഷേട്ടൻ പോയി വരുമ്പോഴേക്കും ഓനും ഇവിടെ എത്താമെന്ന് പറഞ്ഞ് പോയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം അനീഷേട്ടൻ എന്താ പറയുക ചെറിയതായിട്ടൊരു പനിയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഡോക്ടറെ അടുത്തും പോകണം. അപ്പോൾ അതും എല്ലാം കൂടിയായിട്ട് ഇന്നൊരു ഭയങ്കര തിരക്കുള്ള ദിവസം തന്നെ. ലീവ് ഉണ്ടായി നോക്കിയപ്പം ലീവ് ഉണ്ടായതല്ല, പനി ആയതുകൊണ്ട് ലീവ് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ തിരക്കിട്ടിട്ട് പുട്ടുണ്ടാക്കി തന്നെയാണ്. ഒരു കുറ്റി പുട്ടായിന് കേട്ടോ. അപ്പം പുട്ടൊന്നും നല്ല അടിപൊളിയായിട്ട് കിട്ടീന്. എല്ലാവരും കിട്ടലുണ്ട്, പക്ഷെ ഞാൻ പ്ലേറ്റിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കേട്ടോ പുട്ടിങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കൽ. അപ്പം ഒന്ന് എല്ലാവരും പെട്ടെന്ന് ചായ കുടിക്കുമല്ലോ, ഇനിയിപ്പോൾ ആ പാത്രത്തിലേക്ക് ആക്കണ്ട, പ്ലേറ്റിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതാ പ്ലേറ്റിൽ ഉഷാറായിട്ട് പുട്ടങ്ങനെ കുത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം പണ്ടത്തെ പോലെ അരി ഇടിച്ചിട്ടൊന്നും ഉണ്ടാക്കണ്ടല്ലോ, നമുക്ക് പുട്ടുപൊടി വാങ്ങുക, കുഴയ്ക്കുക, ഉണ്ടാക്കുക, എളുപ്പമായല്ലോ അല്ലേ. അതുകൊണ്ട് വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുട്ടിന് പ്രയാസമില്ല. എളുപ്പമുള്ള കടി എന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ നമ്മളെ ചായപ്പണിയും എല്ലാം കഴിഞ്ഞിട്ടോ. എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞിന്. ഞാൻ ചായ കുടിച്ച്, മക്കൾ ചായ കുടിച്ച്. അപ്പോൾ ഞാൻ വേഗം എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അടുപ്പൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതാട്ടോ. പിന്നെ ചോറിന് വേഗം വെള്ളം എടുത്ത് വെച്ചിന്. അപ്പോൾ ഇനി അതൊന്ന് കത്തി പിടിച്ച് കിട്ടണം. കുറച്ച് പുക ഉള്ളിലേക്ക് എടുക്കേണ്ടത്, നല്ലോണം ഒന്ന് കത്തി പിടിച്ചാൽ പിന്നെ പ്രശ്നം കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും പപ്പടവും റെഡിയാക്കിയതുണ്ട്. അപ്പോൾ മക്കൾ കുറച്ച് തിന്ന് കഴിഞ്ഞപ്പോഴുള്ള ബാക്കി പപ്പടമാണ്. അപ്പോൾ പിന്നെ കുറച്ച് മീനുണ്ട്, 2-3 അയില കൊണ്ടുവന്ന് വെച്ചതുണ്ട് ചേട്ടാ. അതൊന്ന് കറി വെച്ചെടുക്കണം. അപ്പോൾ നല്ല അയില കേട്ടോ. രാവിലെ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അടിപൊളിയായിട്ട് വേഗം കറി വെച്ചെടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്നൊരു ചോറും കറിയും വേഗം ഉണ്ടാക്കട്ടെ. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തേ വേഗം തിളച്ചും കിട്ടി. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിറകൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ചേട്ടൻ ഓരോരോ പണികൾ ആരംഭിച്ചിട്ടോ. അപ്പം എന്താ നമ്മൾ ഈ പൈപ്പിന് ഈ പിടി ഇളകി പോയിട്ട് ഒരുപാട് മാസമായിട്ടോ. അപ്പോൾ അത് തുറക്കാനൊക്കെ ഭയങ്കര പ്രയാസേനെ. അപ്പോൾ അത് തുറക്കുക എന്ന് പറയുമ്പോൾ സിങ്കിൽ പാത്രം കഴുകാൻ തന്നെ മടിയായി തുടങ്ങിയിനി കേട്ടോ. അത് തുറക്കുമ്പോൾ കൈക്കൊക്കെ ഭയങ്കര വേദനയാണ് വരിക. അപ്പം ചേട്ടൻ പറഞ്ഞു ഇന്നൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ അതിന് എത്ര വില എന്നുള്ളത്, എന്നും നമുക്ക് അതൊന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ചേട്ടൻ വിചാരിച്ച പോലെ വിലയൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ്, കുറച്ചൊക്കെ തന്നെ വില ആയിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് വാങ്ങി മൂപ്പരെന്നെ അത് ഫിറ്റൊക്കെ ചെയ്ത് തന്നിട്ട് അപ്പോൾ ഒരു സമാധാനമായി. കുറേ ആയെന്ന് വെച്ചാൽ കുറേ ആയി പോയിട്ട് ഒരു 10 മാസത്തിലും കൂടുതലായിട്ട് ആ സാധനം ഊരിപ്പോയിട്ട് അത് പൈപ്പ് ഒപ്പരം മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ വെച്ചതാണ്. ഏതായാലും ഇനി ആ പിടി മാത്രം വാങ്ങിയിട്ടുണ്ട, പൈപ്പ് മൊത്തത്തിൽ മാറ്റാമെന്നൊക്കെ പറഞ്ഞതാണ്.
പക്ഷേ മൊത്തത്തിൽ മാറ്റൽ നടക്കില്ല എന്ന് കണ്ടപ്പോൾ ചേട്ടൻ പിന്നെ അതന്നെ വാങ്ങിക്കൊണ്ടുവന്ന് അതിൻ്റെ ആ ഒരു ചെറിയ പിടി വാങ്ങിക്കൊണ്ടുവന്ന് ഇട്ടെന്ന്. അപ്പം ഒരു സമാധാനമായിട്ടാണ്. അതുപോലെ തന്നെ വേറെ പണികളും ഉണ്ട്. കുറച്ച് അടുക്കളയിൽ ഈ സിങ്കിൽ നിന്ന് പോണ വേസ്റ്റ് വെള്ളം പോണ പൈപ്പ് ഭയങ്കരമായിട്ട് ബ്ലോക്കായി. അപ്പം ചേട്ടൻ പറഞ്ഞു ഇന്ന് നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഇനി അതിൻ്റെ ഒരു പണിയും കൂടി ഉണ്ട്. അപ്പോൾ അബി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിനല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ആ മീനൊന്ന് വേഗം മുറിച്ചെടുത്തിന് കേട്ടോ. ചോറൊക്കെ ഊറ്റി അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാ പണിയും കഴിച്ചിന്. അപ്പോൾ ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വെച്ചതാട്ടോ. പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെലൊക്കെ അരിഞ്ഞ് അതൊക്കെ റെഡിയാക്കി വെച്ചിന്. പിന്നെ പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിന്, ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മളെ ചട്ടി നല്ലോണം ചൂടായി കിട്ടട്ടെ. അടുപ്പിൽ നല്ല കണലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് ഗ്യാസിൻ്റെ ആ ഒരു ചിന്ത തന്നെ വരില്ല. അപ്പോൾ ചട്ടി നല്ല ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒന്ന് അയില മുളകിടാണ് നമുക്ക്. അപ്പോൾ നായ്ക്കുട്ടികളെയും ഇഷ്ടം അനുസരിച്ചിട്ട് അപ്പം ഈ മുളകിടൽ കേട്ടോ. തേങ്ങ അരക്കൽ വളരെ ചുരുക്കം മാത്രമായിട്ടേ ഉള്ളൂ, ചില സമയത്ത് മാത്രം. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തണേ. ഇത് എന്നും എല്ലാവരും കാണുന്നത് തന്നെയാണ്. എന്നാലും നമ്മളെ വീട്ടിൽ എന്താ ഡെയിലി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒന്നുമല്ല, ഇതാരും ഉണ്ടാക്കാത്തതല്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസേ നമ്മളെ കയ്യിലുള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും ഉലുവ ഒന്ന് പൊട്ടി കഴിഞ്ഞപ്പം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതൊന്ന് ഇട്ട് കൊടുത്തണേ. പിന്നെ തക്കാളി, ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്നിട്ടിട്ട് വഴറ്റി കൊടുക്കുക. അത് നല്ലോണം ഒന്ന് വെളിച്ചെണ്ണയിൽ മൂത്ത് കിട്ടിയിട്ട് വേണമല്ലോ നമുക്ക് ബാക്കി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം ഉഷാറായി അതൊന്ന് നല്ലോണം വഴന്ന് വരും. പിന്നെ ഇതാ പുളി ഉപ്പിലിട്ട് വെച്ചുകൊണ്ട് ആ വെള്ളത്തിൽ ആ ഉപ്പ് വാരി കൈയൊന്ന് വെച്ച് കൊടുത്തതാട്ടോ. നല്ല കൈയാണ്, അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ നല്ല ഉഷാറായിട്ട് റെഡിയായി വഴന്ന് വന്നു കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒക്കെ ആവശ്യത്തിന് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ അവനവൻ്റെ വീട്ടിലെ കണക്കുകളല്ലേ. ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മളതൊരു കുക്കറി ഷോ ആയിട്ടൊന്നല്ലല്ലോ എടുക്കണതില്ലേ. ഓരോ വീട്ടിൽ നമ്മൾ നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലേ കാണിച്ചു തരുന്നുള്ളൂ. അതും ഓവറായിട്ട് വിഭവങ്ങളൊന്നും തന്നെയില്ല കേട്ടോ. സാധാ സംഭവങ്ങൾ നമ്മൾ സാധാരണക്കാരെ വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ടൊന്നും കാണിച്ചു തരാനായിട്ടില്ല. അപ്പം കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി നല്ലോണം ഒന്ന് റെഡിയാക്കിയിട്ട് കുറച്ചും കൂടി ഒഴിച്ചിതാ ഫുള്ളാക്കിയിട്ട് ഞാൻ ഫുള്ളെന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗത്ത് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മുളക് പൊടി കുറച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് തിളച്ചാൽ നല്ലോണം വറ്റി വരും കേട്ടോ. അപ്പോൾ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂടി വെക്കാൻ പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. കുറേ നേരമായി, അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. നല്ലോണം കറി തിളച്ചിട്ട് ഇനി വേഗം മുറിച്ച് വെച്ച അയിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ ഒന്ന് മണ്ണൂർ വളവ് വരെയൊക്കെ ഒന്ന് പോകാനൊക്കെ ഉണ്ട്. അങ്ങനെ അതിൻ്റേതായ ചുറ്റൽ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അയില മുറിച്ച് വെച്ചതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതായി കഴിഞ്ഞാൽ ഒരു സമാധാനമായില്ല. അടുക്കള പണി കഴിഞ്ഞാൽ തന്നെ സമാധാനമായി. പിന്നെ തിരുമ്പാനൊക്കെ ഉണ്ട്. അപ്പോൾ മിഷനിലിടാനുള്ളതൊക്കെ ഞാൻ നന്ദമോളക്കൊണ്ട് മിഷനിൽ ഇടിയിപ്പിച്ചിന്. കല്ലുമ്മൽ തിരുമ്പാനുള്ളത് അവിടെ വെച്ചോ എന്നൊക്കെ പറയുന്നു. അപ്പം കല്ലുമ്മൽ തിരുമ്പാൻ അതിനുമാത്രമൊന്നും ഇല്ല, ഒരു 2-3 എണ്ണമൊക്കെ ഉള്ളൂ. അത് പിന്നെ തിരുമ്പാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഓൾക്കിന്ന് വീട്ടിലുള്ളതുകൊണ്ട് ഓളും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തെന്ന്. അപ്പോൾ അബി അടുക്കളയിലേക്ക് വന്നതാട്ടോ. കറിയൊക്കെ ആയോ ചോദിച്ചിട്ട് വരികയാണ്. ആൾക്ക് വിശക്കൽ തുടങ്ങിന്. അതിൻ്റെ മുന്നേ നായ്ക്കുട്ടികൾക്കും കൊടുക്കണം തന്നെയാണ് കേട്ടോ. അതാണ് ആൾക്ക് തിരക്ക്. അപ്പോൾ നമ്മൾ കറി നല്ലോണം വറ്റി വന്നിട്ടോ. നല്ല സൂപ്പർ കറിയായിരുന്നു. നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട്. ആർക്കും സ്മെല്ല് കിട്ടായി ഒന്നും ഇല്ലല്ലോ, എല്ലാവർക്കും സ്മെല്ലൊക്കെ കിട്ടില്ലേ. അപ്പോൾ സംഭവം ഉഷാറായിന് കേട്ടോ. കറി ഞാൻ വെച്ച കറി ഞാൻ തന്നെ ഉഷാറെന്ന് പറയണ്ടല്ലോ. സംഭവം ഉഷാർ തന്നെയാണ്. അപ്പോൾ കൂട്ടിയൊക്കെ അപ്പോൾ ആർക്കും ഒരു നിവർത്തി ഇല്ലല്ലോ അല്ലേ. അല്ലെങ്കിൽ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് വെച്ച് തരേനി എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ തന്നെ പറയാണ് ഉഷാറ് കറി തന്നെയാണ് കേട്ടോ. നമുക്ക് ഇനി ഉള്ളിയിലൊരു വറവിട്ട് കൊടുക്കുക. അത് മുളക് കറിക്ക് ഇങ്ങനെ ഉള്ളിയിൽ വറവിട്ട് കൊടുക്കണത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടുകിലൊക്കെ പച്ചക്കറിക്ക് വേണ്ടിയിട്ടല്ലേ കടുകിൽ വറവിടുക. ഇതിൽ പിന്നെ ഉള്ളിയിലും ഉലുവൊക്കെ ഇട്ടിട്ടാണ് വറവിടുക. പക്ഷേ ഞാൻ ഉലുവ അതിൽ വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചതുണ്ട് കറി വെക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് ഞാനിന്ന് ഉള്ളി അരിഞ്ഞിട്ട് ഉള്ളി കൊണ്ടൊരു വറവിടട്ടെ. അപ്പോൾ അത് ചേട്ടന് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെയൊക്കെ നല്ല അടിപൊളിയിൽ കറി ഉണ്ടാക്കിയാൽ ഉള്ളി വറവിട്ടാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഇവിടെ അഭിക്കായാലും അങ്ങനെ തന്നെ. അമ്മ ചില ദിവസം എന്താ അമ്മേ കറിക്ക് ഒരു കുഴപ്പമെന്നൊക്കെ ചോദിക്കും. ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലായ്പ്പോഴും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ലല്ലോ എന്ന് പറയും. അങ്ങനെ നമ്മളെ കറിയൊക്കെ വറ്റി ഉഷാറായി. അത്രയും വെള്ളം വെച്ചതൊക്കെ വറ്റി അത്യാവശ്യത്തിനുള്ള കറി മാത്രമായിട്ടോ. അങ്ങനെ ഉള്ളി കൊണ്ടൊരു വറവിട്ട് കൊടുത്ത് നല്ല സൂപ്പർ അയിലക്കറി ആയിട്ടോ. അയില മുളകിട്ടതായി. ഇനി ഇതിലേക്കൊരു 2 പൊറോട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തിന്നാമെന്നൊരു ചിന്ത വന്ന്, പക്ഷെ വേണ്ടാന്ന് വിചാരിച്ചതാട്ടോ. അങ്ങനെ ഞാനിതാ ചോറ് വെച്ച ചെമ്പൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുത്ത് അബീനെ കൊണ്ട്
കുറച്ച് വെള്ളം അതിൽ ഒഴിപ്പിച്ചതാട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒഴിച്ച വെള്ളമൊക്കെ അടുപ്പിലേക്കാണ് പോയത്. അപ്പോൾ ഓൻ ആകെ അന്തം വിട്ടിട്ടോ, അയ്യോ സോറി അറിയണേ. അപ്പോൾ ഓൻ 2 കുടം വെള്ളം ഡെയിലി എനിക്ക് കൊണ്ടുവച്ച് തരും കേട്ടോ. എനിക്ക് വെള്ളത്തിന് പോകാൻ ചില സമയത്തൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഓൻ തന്നെ കൊണ്ടുവച്ച് തരും. അപ്പോൾ ആൾ അതിനൊക്കെ വേണ്ടി പോയിന്. അപ്പോൾ വെള്ളം ചൂടാവാൻ വേണ്ടി സെറ്റായി വെച്ചിന്, കറി റെഡി ആയിന്. ഇനി ഇതാ അബീൻ്റെ അടുത്ത ഊഴ കേട്ടോ. ആൾ 2 കുടം വെള്ളമൊക്കെ കൊണ്ടുവന്ന് നിന്ന് എൻ്റെ അടുക്കളയിലെ പണിയും ഫുള്ള് കഴിഞ്ഞപ്പോൾ അത് കൊത്തി മാന്താൻ വേണ്ടിയിട്ട് ആൾ നിന്ന് കേട്ടോ. അപ്പോൾ പൈപ്പ് പുറത്തേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ടാങ്ക് ഉണ്ട്, പക്ഷെ ടാങ്കത്തെ പൈപ്പാണ് ബ്ലോക്കായി പോയത്, കുറച്ച് വേസ്റ്റ് കുടുങ്ങിയപ്പോഴേ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ മുറിച്ച് കണക്ഷനൊക്കെ ഒഴിവാക്കി. അപ്പോൾ ഒരു ടിന്ന് വെച്ച് കൊടുക്കല കേട്ടോ. അതൊന്ന് ഇങ്ങനെ മുക്കി ഒഴിവാക്കി കൊടുക്കലാണ് ഞാൻ ചെയ്യൽ. കുറേ ആയി അങ്ങനെ തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഭയങ്കര പാടാട്ടോ. രാത്രി ആയാലും പാത്രം കഴുകിയാൽ ആ ടിന്ന് നിറഞ്ഞൊഴുകുമ്പോൾ നമ്മളത് പോയിട്ട് അതിൽ മുക്കി ഒഴിച്ചു കൊടുക്കണം. ഭയങ്കര റിസ്ക് കഴിഞ്ഞിട്ടത്. അപ്പോൾ ഞാനും അമ്മയാണ് അതങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് നന്ദമോൾ പാത്രം കഴുകുമ്പോൾ നന്ദമോളും ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ 3 ഇങ്ങനെ അത് കഷ്ടപ്പെടലാണ്. അപ്പം ചേട്ടൻ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് മാറ്റിയെടുക്കണം, എന്തെങ്കിലും കയ്യിലാവട്ടെ ഇങ്ങനെ പറയും. അപ്പോൾ ചേട്ടൻ ഇന്ന് 2ഉം കൽപ്പിച്ച് പറഞ്ഞു, നമുക്ക് എന്തായാലും പൈപ്പ് വാങ്ങിയിട്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് കൊത്തി കളിക്കട്ടോ. അപ്പോൾ അബി കുറച്ചൊക്കെ ചേട്ടൻ സഹായിച്ചു കൊടുത്തു, നല്ലോണം കൊത്തിയൊക്കെ ലെവലാക്കി കൊടുത്തു ചേട്ടൻ. പിന്നെ അതൊന്ന് സൈസാക്കി എടുക്കണ്ടേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം ചേട്ടനും പനിയൊക്കെ ആയത് കാരണം തീരെ വയ്യ, നല്ല മേലുവേദനയും ജലദോഷവും തുമ്മലും ഒക്കെ ഉണ്ട് ആൾക്ക്. തീരെ വയ്യ. പിന്നെ കാലിനൊരു കുഞ്ഞു മുറിയൊക്കെ പറ്റിയോണ്ട് തന്നെ വയ്യ. എന്നാലും അത് ചെയ്തു തരാം കേട്ടോ. വീട്ടിലുള്ളപ്പം വേഗം പൈപ്പൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് ചെയ്തു തരാണ്. അപ്പോൾ എന്തായാലും ആൾക്ക് അതൊക്കെ അറിയാം കേട്ടോ. അറിയാമെന്നല്ല, എന്താ പറയുക, ചെയ്തു തരാനൊക്കെ ഒരു ഇൻട്രസ്റ്റാണ്. പക്ഷെ നമ്മളെ കയ്യിൽ പെട്ടെന്നൊന്നും അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ വേറൊരു പൈപ്പ് വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പൈപ്പൊക്കെ ഒന്ന് വെച്ച് തന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. സംഭവം ഞാൻ മറന്നുപോയി കേട്ടോ അത് എടുക്കാനായിട്ട്. അത് ജപ്പാൻ പൈപ്പിൽ നിന്ന് നേരിട്ടിട്ട് വെള്ളമാണ് ഓസ് വെച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ടാങ്കിലേക്ക് പോകണ പൈപ്പിൽ നിന്ന് ഒരു ടാപ്പ് വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്, എനിക്ക് എളുപ്പമായല്ലോ. ബാക്കിൽ തന്നെ ആ പൈപ്പ് അങ്ങനെ ഇട്ട് ടാങ്കിൻ്റെ അടുത്ത് ഇട്ടെന്നുകൊണ്ട് എനിക്ക് സുഖമായിട്ടോ. അത് ഞാൻ വേഗം ഓസ് വെച്ചിട്ട് എനിക്ക് ബാക്കിൽ തന്നെ വെള്ളം നിറയ്ക്കുമ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ആയാൽ മതി. അല്ലെങ്കിൽ പൈപ്പ് പൂട്ടാൻ ഒരാൾ, അല്ലെങ്കിൽ ഇവിടെ നിറഞ്ഞൊഴുകുമ്പോൾ ഓടണം, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവൽ. പക്ഷെ ഇന്ന് ചേട്ടാ അതൊക്കെ എനിക്ക് സെറ്റാക്കി തന്നപ്പോൾ ഒരു സമാധാനമായിട്ടോ. ഇനി അതുപോലെ കുറച്ച് പണികളും കൂടി ഉണ്ട് ഇങ്ങനെ പൈപ്പൊക്കെ വെച്ചിട്ട് ചെയ്യാൻ. അതൊക്കെ നമുക്ക് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് ഘട്ടമായിട്ട് ചെയ്താൽ മതിയല്ലോ അല്ലേ. വലിയ തിരക്കും വേജാറൊന്നും ആർക്കും ഇല്ലല്ലോ. കാരണം അത് ചെയ്ത് തരുമ്പോൾ നമുക്ക് വീട്ടിൽ നല്ലൊരു ഉപകാരമാണ് കേട്ടോ. എല്ലാം ചെയ്ത് തരുമ്പം ചെയ്ത് തരാൻ ആൾക്കൊരു ഇൻട്രസ്റ്റും വേണം. അല്ലാതെ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് പറയൽ കുറച്ചതാണ് ഞാൻ. കാരണം ചേട്ടൻ ചെയ്ത് തന്നോട്ടെ എന്ന് വിചാരിച്ചാൽ. അപ്പോൾ അനുചേട്ടൻ അത് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് സംഭവമൊക്കെ ഏകദേശം വൃത്തിയായി തുടങ്ങിന്. പൈപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയപ്പോഴാണ് കുറച്ചും കൂടി സ്ലോപ്പ് വേണമെന്ന് തോന്നിയത്. അപ്പോൾ അനുചേട്ടൻ ഇനി അതൊക്കെ ഒന്ന് സ്ലോപ്പാക്കി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. എന്നാലല്ലേ വെള്ളം നേരെ പോവുള്ളൂ. അപ്പോൾ ടാങ്കിലേക്കല്ല ഒഴുക്കണത്, തൊടിയിൽ തന്നെ ഒഴുക്കുകയാണ്. എന്നാൽ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ പൈപ്പ് എടുത്തൊന്ന് നോക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ബാക്കിലെ സ്ഥലത്തേക്കാണ് പൈപ്പ് അങ്ങനെ ഇട്ട് വെച്ചത്. കുഴപ്പമില്ല, കുറച്ച് വെള്ളമൊക്കെ നമുക്ക് വല്ലാണ്ട് ഭൂമി കുടിച്ച് പോവുമല്ലോ. ഓവറായിട്ടൊന്നും വെള്ളം വേസ്റ്റ് ആവില്ല, പോവില്ല. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചേട്ടൻ പൈപ്പൊക്കെ ഇട്ട് മണ്ണൊക്കെ റെഡിയാക്കി സെറ്റാക്കി അവിടേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണികളും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബായ്.